ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് August 8 തേഴ്സ്ഡേ ആണ് കേട്ടോ. ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊടുത്തു വിട്ട മഷ്റൂം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ SJ ഫാമിലി ഹാപ്പി കുക്കിംഗ് ആൻഡ് ഫൺ വിത്ത് us. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ഞങ്ങളുടെ റെസിപ്പിയിലെല്ലാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വീഡിയോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിലും അത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ഞാനിത് മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് 2 കപ്പ് ബസുമതി അരിയാണ് കേട്ടോ. മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊണ്ടുപോകാനും അതേപോലെ തന്നെ ഞങ്ങൾക്ക് വീട്ടിൽ കഴിക്കാനായിട്ടുണ്ട് ഞാനിവിടെ 2 കപ്പ് ബസുമതി അരി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 കപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുത്താലും മതി കേട്ടോ. ഓരോരുത്തർക്കും ആവശ്യാനുസരണം അരിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കപ്പളവില്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് എടുത്താലും മതി കേട്ടോ. ഗ്ലാസ്സിൽ അരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളിത് ആ എടുത്തിട്ടുള്ള അരിയിലേക്ക് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3-4 തവണ നല്ലപോലെ നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിതാ ആ ബസ്മതി അരിയിലേക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 4 തവണ നല്ലപോലെ കഴുകിയെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ മക്കൾക്ക് ഇതേപോലെ ഓരോ ദിവസവും സ്കൂളിലേക്ക് വെറൈറ്റി ആയിട്ട് ലഞ്ച് ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ സ്കൂളിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ബോക്സ് കാലിയാക്കി കൊണ്ടുവരും കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളിതാ അരി അവിടെ ഇരിക്കട്ടെ, നമ്മൾ കഴുകി വെച്ചിരുന്ന അരി അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി എടുക്കാം. ഞാനിതവിടെ ഒരു മിക്സി ജാറിലേക്ക് ഒരു ചെറിയ തുണ്ട് പട്ട, 5 ഏലക്ക, 5 ഗ്രാമ്പു, 1 സ്റ്റാർ അനീസ്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ചെറിയൊരു ബേ ലീഫ്, ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ നമുക്കൊന്ന് പൗഡറാക്കി എടുത്തിട്ട് വരാം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. 5 ഏലക്ക, 5 ഗ്രാമ്പ്, ഒരു ചെറിയ തുണ്ട് പട്ട, 1 സ്റ്റാർ അനീസ്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1 ബേ ലീഫ് എല്ലാം കൂടെ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നമ്മളിത് പൗഡറാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഹോൾ സ്പൈസസ് മുഴുവനായിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ അത് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ അതെല്ലാം നമ്മൾ വായിൽ കിടന്ന് കടിക്കുന്നുള്ള കാരണം ഞാനിവിടെ ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറുള്ളത്. ഹോൾ സ്പൈസസ് മുഴുവൻ പൊടിച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കാറുള്ളത്. ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും അതേപോലെ തന്നെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഞാനിവിടെ ഇതേപോലെ സ്പൈസസ് എല്ലാം പൗഡറാക്കി എടുത്തിട്ടാണ് ഇവിടെ ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമ്മളിതാ പൊടിച്ചെടുത്ത പൗഡർ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 6 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചെറുതാക്കി മുറിച്ചത് കട്ട് ചെയ്തത്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, അതും തൊലിയെല്ലാം കളഞ്ഞ് വാഷ് ചെയ്തിട്ട് അതും ചെറുതാക്കി കട്ട് ചെയ്തത് എല്ലാം കൂടെ ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പുതിന ലീവ്സും 1 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ മിക്സി ജാറിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പുതിന ലീവ്സും പെരിഞ്ജീരകവും 1 പച്ചമുളകും കൂടെ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വലിയ പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ 1 പച്ചമുളക് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ 2 ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ പേസ്റ്റാക്കി അരച്ചെടുക്കുമ്പോൾ നല്ലപോലെ ഒന്ന് അരിഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ശകലം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇവിടെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു കുക്കർ ചൂടാക്കി എടുക്കാം. അത് ചൂടായി വന്ന് ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക്
നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും നെയ്യാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനത് അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ മഷ്റൂം ബിരിയാണി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാഷ്യൂ നട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ പൗഡറാക്കി വെച്ചിട്ടുള്ള ഹോൾ സ്പൈസസ് ആ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കസക്കസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ബേ ലീഫും അതേപോലെ തന്നെ ഒരു 3 മീഡിയം സൈസ് സവോള നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് നമ്മുടെ സവോള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയുടെ കളറൊന്ന് മാറി വരട്ടെ. അതുവരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ 5 മിനിറ്റ് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ നമ്മൾ സവോള ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പുതിന ലീവ്സും പെരിഞ്ചീരകവും പച്ചമുളകും ആ പേസ്റ്റ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ചേർത്ത് കൊടുത്തിട്ടുള്ള പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ നമ്മുടെ പേസ്റ്റിൻ്റെ പച്ചമണം എല്ലാം മാറി കിട്ടും കേട്ടോ. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു 3-4 മിനിറ്റ് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം 5 മിനിറ്റ് നമുക്കൊന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഞാനിതവിടെ മഷ്റൂം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 400 ഗ്രാം മഷ്റൂമാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് ബസുമതി അരിക്ക് 400 ഗ്രാം മഷ്റൂമാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി ഹാഫ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഹാഫ് മഷ്റൂം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 200 ഗ്രാം മഷ്റൂം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 2 കപ്പ് ബസുമതി അരി ആയതുകൊണ്ട് 400 ഗ്രാം മഷ്റൂമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം മഷ്റൂം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മൾ അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ബസുമതി അരി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ബസുമതി ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനത് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് കേട്ടോ ഞാനിങ്ങനെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി വേവാനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ഗ്ലാസ് ബസുമതി അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്.
അങ്ങനെ ഞാനത് മൊത്തത്തിൽ 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് ബസുമതി അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന വിധത്തിൽ 3 കപ്പ് വെള്ളം കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് അവിടെ 1 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ലപോലെ ഒന്ന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്കറിൻ്റെ മൂടി കൊണ്ടൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മഷ്റൂം ബിരിയാണി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മഷ്റൂം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ നമ്മൾ വേവിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ മഷ്റൂം ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനും അതേപോലെ നമ്മുടെ മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊണ്ടുപോകാനും അതേപോലെ വർക്കേഴ്സിനൊക്കെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ലഞ്ചായിട്ട് കൊണ്ടുപോകാനുള്ള പറ്റിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ ഇത്. നമ്മൾക്കായാലും വീട്ടിൽ കഴിക്കാനും പറ്റിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ ഇത്. മഷ്റൂം ബിരിയാണി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ മഷ്റൂം ബിരിയാണി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊടുത്തു വിട്ടത് ഈ മഷ്റൂം ബിരിയാണിയും ഇതിൻ്റെ കൂടെ ഓണിയൻ കട്ട് സലാഡുമാണ് കേട്ടോ ഞാനിന്ന് മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊടുത്തു വിട്ടത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് വെറൈറ്റി ആയിട്ട് ഇതേപോലെ റൈസൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടാൽ തീർച്ചയായിട്ടും അവർ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ലഞ്ച് ബോക്സ് കാലിയാക്കി കൊണ്ടുവരും കേട്ടോ. അവർക്ക് കാണുമ്പോഴും ഇത് നല്ലൊരു വെറൈറ്റിയും ആയിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മഷ്റൂം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി മഷ്റൂം വാങ്ങുമ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ മഷ്റൂമൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ. Thanks for watching. Subscribe our channel and support us. Thank you.